ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഡയറ്റ് ലാബ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കോൺസ്റ്റിപ്പേഷനെ കുറിച്ചിട്ടുള്ള ഡയറ്റുമായിട്ടാണ്. കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഒരുപാട് പേരിലും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് കോൺസ്റ്റിപ്പേഷൻ. കുട്ടികളിലും വയസ്സായവരിലും ഒക്കെ ഈ ഒരു പ്രശ്നം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ കാരണം ഡീഹൈഡ്രേഷൻ തന്നെയാണ്. അതായത് നമ്മുടെ ബോഡിയിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. സ്ട്രെസ് ഒരു കാരണമാണ്. അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽസ്, മെഡിസിൻസിൻ്റെ സൈഡ് എഫക്ട്സ് ഒരു കാരണമാണ്. ഇൽനെസ് അതായത് പൈൽസ് പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. കോൺസ്റ്റിപ്പേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മുടെ ഡയറ്റ് ഒരു വലിയ ഹീറോ തന്നെയാണ്. ഡയറ്റിൽ കൂടുതലും ഫ്ലൂയിഡ് ഡയറ്റും അതേപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഇനി ഏതെല്ലാം ഫുഡാണ് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ്റെ ഡയറ്റിൽ കഴിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ പ്ലെൻറ്റി ഓഫ് വാട്ടർ, അതായത് ധാരാളം വെള്ളം കുടിക്കുക. 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം കുടിച്ചിരിക്കണം. കോൺസ്റ്റിപ്പേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ നല്ലൊരു ഡ്രൈ ഫ്രൂട്ടാണ് പ്രൂൺസ്, അതായത് ഉണങ്ങിയ പ്ലംസ്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അയണും വൈറ്റമിൻ എയും വൈറ്റമിൻ കെയും വൈറ്റമിൻ B6ഉം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ കോൺസ്റ്റിപ്പേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ നല്ലൊരു ഫ്രൂട്ടാണ്. റേസിൻസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്, അതായത് ഉണക്കമുന്തിരി. ഫിഗ്സ് കഴിക്കാം, അതായത് അത്തിപ്പഴം, ആപ്രിക്കോട്ട്, ശീമപ്പഴം. ഇതൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ കോൺസ്റ്റിപ്പേഷന്. നമ്മുടെ ഡയറ്റിൽ ധാരാളം പൾസസ് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്, അതായത് ചിക്ക് പീസ്, കിഡ്നി ബീൻസ്, ലെൻറ്റിൽസ്, ബ്ലാക്ക് ബീൻസ്. ഇതിലെല്ലാം ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഡൈജഷൻ ഈസി ആക്കാനും ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാവുന്നതാണ്. മെയിനായിട്ടും ആപ്പിളിൽ പെക്റ്റിൻ എന്നൊരു ഫൈബർ ഉണ്ട്. ഇത് നമ്മളുടെ കോൺസ്റ്റിപ്പേഷനെ പ്രിവെൻറ്റ് ചെയ്യും. കിവി, പപ്പായ, ഓറഞ്ച്, പെയർ ഫ്രൂട്ടിൽ ധാരാളം സോർബിറ്റോൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കോൺസ്റ്റിപ്പേഷന് വളരെ നല്ലതാണ്. പ്ലംസ്, ബനാന, പോമിഗ്രാനൈറ്റ് ജ്യൂസായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവക്കാഡോ കഴിക്കാം. ബെറീസിൽ ഏറ്റവും നല്ലത് റാസ്ബെറിയും സ്ട്രോബെറിയുമാണ്. പിന്നെ പൈനാപ്പിൾ വളരെ നല്ലതാണ് നമ്മുടെ കോൺസ്റ്റിപ്പേഷന്. നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കാവുന്നതാണ്. മെയിനായിട്ട് ചീര, മുരിങ്ങയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഇത് നമ്മുടെ ബവൽ മൂവ്മെൻറ്റ്സിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കും. ടൊമാറ്റോ കഴിക്കാവുന്നതാണ്. കുക്കുംബർ, ക്യാബേജ്, ബ്രൊക്കോളി, ഗ്രീൻ ബീൻസ്, ഗ്രീൻ പീസ് ഒക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ്. ക്യാരറ്റും ബീട്രൂട്ടും ജ്യൂസായിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷനെ കൂടുതലും ഈസി ആക്കാൻ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ലെമൺ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇറ്റ് ഈസ് റിച്ച് ഇൻ വൈറ്റമിൻ സി ആൻഡ് ആൻറ്റി ഓക്സിഡൻറ്റ്. ഇത് നമ്മളുടെ കോൺസ്റ്റിപ്പേഷനെ പ്രിവെൻറ്റ് ചെയ്യും. ക്ലിയർ വെജിറ്റബിൾ സൂപ്പ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ വെജിറ്റബിൾസിലുള്ള ഫൈബർ എല്ലാം നമ്മുടെ ബോഡിയിലേക്ക് എത്തുകയും ചെയ്യും. ഇടനേരങ്ങളിൽ നമുക്ക് സാലഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. മെയിനായിട്ട് ക്യാരറ്റ്, ക്യാബേജ്, കുക്കുംബർ, അതിൻ്റെ കൂട്ടത്തിൽ ലെറ്റ്യൂസോ ചീരയോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇടാം. എന്നിട്ട് അത് മിക്സ് ചെയ്ത് സാലഡാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ സാലഡ് വളരെ നല്ലതാണ്. തവിടോട് കൂടിയ ഗോതമ്പ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓട്സ് ഈസ് റിച്ച് ഇൻ ഫൈബർ. അതുകൊണ്ട് നമുക്ക് ഡയറ്റിൽ ഓട്സ് ഇൻക്ലൂഡ് ചെയ്യാം. ബ്രൗൺ റൈസ്, ഫ്ലാക്സ് സീഡ്സ്. നട്ട്സിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ആൽമണ്ട്സ് ആണ്. ആൽമണ്ട്സിൽ ധാരാളം ഫൈബറും ഒമേഗ 3 ഫാറ്റി ആസിഡും ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് കോൺസ്റ്റിപ്പേഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആകും. ചിയ സീഡ്സ് നമുക്ക് കഴിക്കാവുന്നതാണ്, അതായത് കസ്കസ്. ഇതിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും കാൽഷ്യവും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ ദഹനത്തെ വർദ്ധിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇത് കഴിക്കേണ്ടത് 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ചിയ സീഡ്സും 1 അര നാരങ്ങയുടെ നീരും കൂടെ എടുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഡയറ്റിൽ കരിക്കും വെള്ളം കുടിക്കാവുന്ന നല്ലതാണ്. ബാർലി വെള്ളം കുടിക്കാം. ഇതെല്ലാം നമ്മുടെ കോൺസ്റ്റിപ്പേഷനെ പ്രിവെൻറ്റ് ചെയ്യും. നമ്മുടെ ഡയറ്റിൽ ക്വിനോവ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതൊരു സൂപ്പർ ഫുഡാണ്. ഇതിൽ ധാരാളം ഫൈബറും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനോ ഗോതമ്പിനോ പകരമായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇത് കൂടുതലും സ്പെയിനിലുള്ള ആളുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും ഇത് സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഡയറ്റിൽ നമുക്ക് കോൺ ഉൾപ്പെടുത്താം. തൈര് കഴിക്കാവുന്നതാണ്. ഈ ഡയറ്റിനോട് ഒപ്പം തന്നെ നമുക്ക് ഒരു 20 to 30 മിനിറ്റ്സ് എക്സസൈസും ഉണ്ടായിരിക്കണം. ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഏതെല്ലാം ഫുഡാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓയിലി ഫുഡ്സ്, അതായത് ചിപ്സ് ഐറ്റംസ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്യണം. റെഡ് മീറ്റ്സ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പ്രോസസ്ഡ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം. സോൾട്ടി ഫുഡ്സ്, അതായത് പപ്പടം, അച്ചാർ എല്ലാം തന്നെ അവോയ്ഡ് ചെയ്യണം.
കോൺസ്റ്റിപ്പേഷനെ കൂട്ടുന്ന ഒരു ഐറ്റമാണ് മൈദ. അതുകൊണ്ട് മൈദ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ഷുഗറി ഫുഡ്സ് എല്ലാം അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം. ആൽക്കഹോളും സ്മോക്കിങ്ങും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. നമ്മുടെ ഡയറ്റിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതും ധാരാളം വെള്ളം കുടിക്കുന്നതും ഒക്കെ കോൺസ്റ്റിപ്പേഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. നിങ്ങൾക്ക് ഡയറ്റ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ്. ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഫ്രീ കൺസൾട്ടേഷൻ ആയിരിക്കും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഇനി ഡയറ്റിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. This is Dietitian Priyanka. Stay safe and stay fit.